ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? ഇത് നമ്മളെ റംസാനിലെ ലാസ്റ്റ് ദിവസമാണ് അല്ലേ? നാളെ പെരുന്നാളാണല്ലോ അല്ലേ? പിന്നെ ഗൾഫിലൊക്കെ ഇന്നാണ് പെരുന്നാള്. അവർക്ക് എന്താ പറയുക, 29 നോമ്പ് അല്ലേ? നമുക്ക് മാഷാ അല്ലാഹ് 30 നോമ്പും കിട്ടി. അങ്ങനെ ചുരുക്കമാണല്ലോ അല്ലേ നമുക്ക് 30 കിട്ടലൊക്കെ. അപ്പോൾ മാഷാ അല്ലാഹ് 30 നോമ്പും കിട്ടി. അപ്പം നമ്മളെ റംസാൻ വിട പറയുന്ന ലാസ്റ്റ് ദിവസമാണെന്ന്. അപ്പോൾ ഒരു ചെറിയ വീഡിയോ ആയിട്ടൊന്ന്, അല്ലാതെ വേറെ പ്രത്യേകിച്ചൊരു ഇതൊന്നും ഇല്ല കേട്ടോ. ഒന്ന് 2 ദിവസമായിട്ട് കുറച്ച് തിരക്കിലായിരുന്നു, കാരണം പെരുന്നാളൊക്കെ അപ്പോൾ ഞാൻ കുറച്ച് അത്യാവശ്യം സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു. പെരുന്നാളൊക്കെ ആയപ്പോൾ അടുത്തുള്ളവരൊക്കെ തയ്ക്കാനുള്ളതും കാര്യങ്ങളൊക്കെ കൊടുന്നപ്പോൾ കുറച്ചൊക്കെ അടിക്കാൻ കിട്ടി. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തിരക്കിലായിരുന്നു. പിന്നെ എല്ലാവർക്കും സുഖമല്ല? എല്ലാവരും ഡ്രസ്സുകളൊക്കെ എടുത്തോ? എന്തൊക്കെയാ, സുഖമല്ലേ? സുഖമാണെന്ന് വിചാരിക്കണു. പിന്നെ ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു എന്താ പറയുക, പ്രത്യേകിച്ചൊരു കുക്കിങ്ങോ അങ്ങനത്തെ ഇതൊന്നുമില്ല. വെറുതെ ജസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. പിന്നെ നമ്മളെ ചാനൽ എല്ലാവരും എന്താ പറയുക, സബ്സ്ക്രൈബ് ചെയ്യാതൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, സപ്പോർട്ട് ചെയ്യണം. പിന്നെ എന്താ പറയുക, ലൈക്ക് ചെയ്യണം. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ഭാഗത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ ഇതുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. നിങ്ങൾ പറയുമ്പോഴാണ് അത് നമുക്ക് മനസ്സിലാവുള്ളൂ, ഏതാന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കാരണം നമ്മൾ എന്തെങ്കിലും പിഴവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പറയുമ്പോഴാണ് നമ്മളത് അറിയുക. അപ്പോഴല്ലേ നമ്മളത് വീണ്ടും ആവർത്തിക്കാതിരിക്കുള്ളൂ. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യണം, പിന്നെ വിശേഷങ്ങളൊക്കെ പറയണം. പിന്നെ മോളൂസിനൊക്കെ കൂട്ടി പിടിച്ചിട്ടതാട്ടോ. അപ്പോൾ ഇതുവരെ തെണ്ടി നടക്കുകയായിരുന്നു. ഇപ്പോൾ എന്താണ് അടിച്ചൊരു തുടക്കാനൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ അത് കാരണം പിടിച്ച അകത്തിട്ടാണ്. അപ്പോൾ അവൾക്ക് ദേഷ്യം പിടിച്ചിരിക്കണം, തെറ്റി കിടക്കുക. എല്ലാവരും പിടിച്ച് കൂട്ടിലിട്ടിരിക്കണം കേട്ടോ. പിന്നെന്താ നമ്മളെ വികൃതിക്കുട്ടനാണ് ആ കിടക്കണത് കേട്ടാ. അവന് ഫോണ് കണ്ടപ്പോൾ ഓടി വരിക. എന്തിനാ അറിയാം, ഫോണ് കണ്ടിട്ടല്ല ഓടി വരുന്നത്, ഈ ഇത് തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് മാളു എല്ലാവരും പിടിച്ച് കൂട്ടിലിട്ടതാ. എന്താ പപ്പൂസിനെയും പിടിച്ചു കൂടി. പപ്പൂസ് രാവിലെ വിട്ടപ്പോൾ ഒന്ന് ഏകദേശം ഒക്കെ ഒന്ന് കറങ്ങി അടിച്ച് വന്നതാണ് ഇപ്പോൾ. അപ്പോൾ വിശക്കണേനൊക്കെ തിന്നിട്ട് ഇതപ്പോൾ കൂട്ടിലാക്കിയതാട്ടോ. പിന്നെ റിനുമോൾ ഇതാ വന്നിട്ടുണ്ട്. അവളിപ്പോൾ എണീറ്റിട്ടുള്ളൂ കേട്ടോ. അവള് വെറും ഉറക്കിൻ്റെ ആളാണ്, ഇപ്പം എണീറ്റ് വന്നതാണ്. അപ്പോൾ അവളിപ്പോൾ എല്ലാവരും അവളാണ് അടിച്ചൊരുക്കെ തുടക്കണൊക്കെ ആള് കേട്ടോ. അപ്പോൾ അവളെല്ലാവരും പിടിച്ച് കൂട്ടിലിട്ടതാണ്. പിന്നെ എന്തൊക്കെയാ, പിന്നെ എനിക്കൊന്നും പറയാനില്ലേ? പെരുന്നാളായിട്ട് വിശേഷങ്ങളോ ഒന്നുമില്ല, വിഷ് ചെയ്യാനൊന്നുമില്ലേ? എല്ലാവർക്കും എൻ്റെ പെരുന്നാൾ ആശംസകൾ അഡ്വാൻസ് ആയിട്ട് തന്നെ അല്ലേ? അപ്പൊ നാളെ പെരുന്നാളായിട്ട് എന്താ പരിപാടി? പെരുന്നാളായിട്ട് പോവും, വലിയ പരിപാടിയൊന്നുമില്ല. മോനുവിനെ കൊണ്ടുവരാൻ പോണ്ടേ? മോനെ കൊണ്ടുവരാൻ പോണം. അതിന്റെ വ്ളോഗൊക്കെ ഇനി വരും, നമ്മള് പോകുമ്പോ എടുക്കൂലേ? അപ്പൊ അതൊക്കെ പോണ വിശേഷങ്ങളൊക്കെ ഞങ്ങള് പോകുമ്പോ പോണത് തീരുമാനമായിട്ടില്ല കേട്ടോ. കാരണം ഇവരൊന്നും ഇങ്ങനെ ഇട്ടിട്ട് പോകാൻ വയ്യല്ലോ. അപ്പൊ ഇവരൊക്കെ എന്ത് ചെയ്യും, എവിടെ ആക്കും എന്നൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷനിലാണ് കേട്ടോ. അപ്പോൾ ഇവരൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വേണം പോകണമെങ്കിൽ. അപ്പം അത് തീരുമാനമായിട്ടില്ല. എന്നിരുന്നാലും എന്താ പറയുക, മദ്രസ് 6 നോമ്പ് കഴിഞ്ഞിട്ടല്ലേ തുറക്കുക. അപ്പോൾ തുറക്കാനൊക്കെ ആകുമ്പോഴത്തേന് പോകണം. പിന്നെ എന്തായാലും 2 ദിവസത്തിനുള്ളിൽ പോകുമെന്ന് വിചാരിക്കണം. കാരണം 24-ാം തീയതി റിനുമോൾക്ക് സ്കൂൾ വീണ്ടും തുടങ്ങുകയാണ്. പരീക്ഷ USSൻ്റെ പരീക്ഷ കഴിഞ്ഞിട്ടില്ല. 26-ാം തീയതിയാണ് പരീക്ഷ. എന്താണ് കിട്ടുമോ ഇല്ലയോ ഒന്നും അറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഹായ് ഗേൾസ്, ഇന്ന് മനസ്സിലായ ഞാനാണ് ബാനു. പിന്നെ എങ്ങനെയുണ്ട് പെരുന്നാൾ വിശേഷങ്ങളൊക്കെ? എൻ്റെ എല്ലാവിധ പെരുന്നാൾ ആശംസകളും നിങ്ങൾക്ക്. പിന്നെന്താ നാളെ പരിപാടിയൊക്കെ എന്താ നിങ്ങൾക്ക്? പിന്നെ എൻ്റെ പ്രായമുള്ളവർ കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ നിങ്ങളെ വീട്ടിൽ, ഓലോടൊക്കെ കമൻറ്റിൽ വരാൻ പറയോണ്ടിട്ടാ. എനിക്ക് ഓലോടൊക്കെ സംസാരിക്കാൻ നല്ല ഇഷ്ടാട്ടോ. പിന്നെ എന്താ എല്ലാവരും മൈലാഞ്ചി ഒക്കെ ഇട്ടാ? ഞാൻ നികത്തുമ്പോൾ മാത്രം മൈലാഞ്ചി ഇട്ടിട്ടുണ്ട് കേട്ടാ. പെരുന്നാളിൻ്റെ അന്ന് ഞങ്ങളെ മേലെ വീട്ടിലെ റുക്കുതാത്ത ഞങ്ങൾക്ക് ചിലപ്പോൾ മൈലാഞ്ചി ഒക്കെ ഇട്ടുതരും. എന്താണ് എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ. അപ്പം ബാനു
കുറേ നേരമായിട്ട് എന്നോട് വീഡിയോ കട്ടാക്കല്ലേ ഞാൻ വരട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവള്. അപ്പോൾ അവള് അവൾ അത്തെന്തോ പണിയിലായിരുന്നു. അപ്പോൾ അവള് വന്നപ്പോൾ അവൾക്ക് പറയാനുള്ളത് നാളെ എന്തൊക്കെ ഉണ്ടാക്കണൊക്കെ? പായസം ഉണ്ടാക്കണ്ടോ? ബിരിയാണി ഉണ്ടാക്കണ്ടോ? അവളെങ്ങനെയാണ് കേട്ടോ, ഇങ്ങനെ ഫോൺ കിട്ടിയവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് യൂട്യൂബറുകളോടൊക്കെ സംസാരിക്കാൻ വലിയ ഇഷ്ടം. ജാസ്മി ജാഫർ എനിക്ക് വലിയ ഇഷ്ടമുള്ള ആളാണ് ജാസ്മി ജാഫർ കേട്ടോ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മളെ ഇന്നത്തെ വീഡിയോ കേട്ടാ, ചെറിയൊരു വ്ളോഗ്. എന്താണ് വേറെ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് വേറെ അതൊന്നുമില്ല, വിശേഷങ്ങളൊന്നുമില്ല കേട്ടോ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അപ്പോൾ വീഡിയോ ഇടുന്നുണ്ട്. അപ്പം നമ്മളെ വീഡിയോ എല്ലാവരും എന്താ പറയുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും കട്ടയ്ക്ക് സപ്പോർട്ട് അവിടെ നിൽക്കണം കേട്ടോ. റിനുമോളെ ഈ എന്താ പറയാ മരത്തിന്റെ പേര് മഹാഗണിമ ഉണ്ടാവുമല്ലോ ഒരു സംഭവം, കായ, അത് പൊട്ടിപ്പോയ അതിൻ്റെ ഉള്ളിലത്തെ ഒരു സംഭവമാണ് അത്. നമ്മളെ മുറ്റത്ത് മഹാഗണി ഉണ്ട്. അപ്പൊ അതിന്റെ ഇതാണ് അത്, വലിയ മരം കേട്ടോ. പിന്നെ ഇതേ പശ ഉണ്ട്, പക്ഷെ ഞാൻ 6ാം ക്ലാസ്സിക്ക് പോവല്ലേ ഇനി, അപ്പൊ പശ വേണ്ടി വരുമല്ലോ, അപ്പൊ ചെലവാക്കണ്ട. അതെ. പിന്നെ പൊതുപരീക്ഷയിൽ കുട്ടികളൊക്കെ പാസ്സായോ അറിയിക്കണം കേട്ടാ. ഇവിടെ റിനുമോളും ഭാനുമോളൊക്കെ പാസ്സായിട്ടുണ്ട്. റിനുമോൾക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. പിന്നെ ഭാനുമോൾക്ക് സെക്കൻഡ് ക്ലാസ് ആണ് കേട്ടോ. മാർക്കൊക്കെ ഉണ്ട്, കുഴപ്പമില്ലാത്ത മാർക്കുണ്ട്. അപ്പോ കുറച്ചൊരു ഇതുണ്ട്. അപ്പൊ ഇതാ ഒന്ന് ബായ് പറഞ്ഞോളി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ ഓക്കെ, ബായ്.